Hello everyone, we are learning preparation of consolidated financial statements. In the last video, we have learned 5 steps for the preparation of consolidated balance sheet. First one, date of acquisition. Second one, shareholding pattern. Third one, analysis of reserves and surplus. Fourth one, apportionment of profits. Fifth one, minority interest. Now, sixth step, calculation of cost of control. We have already learned in the last video that if the holding company purchases the shares of subsidiary company at a price which is more than the paid up value, the excess amount paid represents the cost of control or goodwill. And if the shares are purchased at a price less than the paid up value, the less amount paid represents the capital reserve or profit. So that is what we are going to calculate in the step number 6, that cost of control or capital reserve. The equation for calculating the cost of control is cost of investment minus value of investment. Cost of investment minus value of investment. So എങ്ങനെ നമുക്ക് cost of investment കാണാം? ഹോൾഡിംഗ് കമ്പനിക്ക് എത്രയായി കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് സബ്സിഡറി കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, എമൗണ്ട് ഇൻവെസ്റ്റഡ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി എത്ര രൂപ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തു സബ്സിഡറി കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ മെജോറിറ്റി ഒരു കൺട്രോളിംഗ് പവർ അവിടെ സബ്സിഡറി കമ്പനിയിൽ വരുത്താൻ വേണ്ടി എത്ര രൂപയുടെ ഷെയർ അവർ പർച്ചേസ് ചെയ്തു, എത്രയാണ് അതിന്റെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. സോ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്, നമുക്ക് ആ എമൗണ്ട് എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞ് ഹോൾഡിംഗ് കമ്പനിയുടെ എമൗണ്ട് കോളത്തിൽ ഒരു എമൗണ്ട് കാണും. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞ് ഹോൾഡിംഗ് കമ്പനിയുടെ എമൗണ്ട് കോളത്തിൽ ഒരു എമൗണ്ട് കാണും. അതാണ് അവരുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ആ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് ദ ക്യാരിങ് എമൗണ്ട് ആസ് പെർ ദ പാരന്റ്സ് ബാലൻസ് ഷീറ്റ്. That is what is amount invested by the holding company for the purchase of shares of subsidiary company. ഇനി subsidiary company pre-acquisition profitൽ നിന്ന് ഡിവിഡൻഡ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡിന്റെ ഒരു പോർഷൻ ഹോൾഡിംഗ് കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്യണം. ദാറ്റ് ഈസ് ലെസ് ദ ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി from the pre-acquisition profit of subsidiary company. ആ എമൗണ്ട് ഇൻവെസ്റ്റിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അങ്ങനെ കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി പർച്ചേസ് ചെയ്യാൻ 1 lakh rupees നമ്മൾ കൊടുത്തു. 1 lakh rupees നമ്മൾ ആ കമ്പനിക്ക് കൊടുത്തു. സോ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് 1 lakh. ഈ പറയുന്ന കമ്പനി, അതർ കമ്പനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഒരു 10,000 rupees, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഒരു 10,000 rupees ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതായത് 1 lakh rupees സബ്സിഡറി കമ്പനിക്ക് കൊടുത്തു, സബ്സിഡറി കമ്പനിയിൽ നിന്ന് ഒരു 10,000 rupees ഹോൾഡിംഗ് കമ്പനി വാങ്ങി. സോ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 90,000 rupees അല്ലെ? ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? 90,000. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് മൈനസ് dividend received from pre-acquisition profit, not from the post-acquisition profit. Post-acquisition profit എന്നാണെങ്കിൽ അതായത് ഓൾറെഡി ഹോൾഡിംഗ് കമ്പനി അവിടെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. ആ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്നല്ല ഡിവിഡൻഡ് റിസീവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം pre-acquisition profit of the subsidiary company. അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, നമുക്ക് ആക്ച്വൽ എത്ര വാല്യൂ ഉള്ള ഷെയർസ് അല്ലെങ്കിൽ എത്ര വാല്യൂന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ദ ഫസ്റ്റ് വൺ, ഷെയർ ക്യാപിറ്റൽ. അതായത് ഈ 1 lakh, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഈ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആക്ച്വൽ ആയിട്ട് എത്ര പെയ്ഡ് അപ്പ് ആറിന്റെ ഷെയർ ക്യാപിറ്റൽ ആണ് ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയുടെ കിട്ടിയത്, അതാണ് ഷെയർ ക്യാപിറ്റൽ. ഇത് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്റ്റെപ്പ് നമ്പർ 2 നോക്കിയാൽ
ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, എത്ര എമൗണ്ടിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുണ്ട്, ബാക്കി എത്ര മൈനോറിറ്റീസിന്റെ കയ്യിലുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേരന്റ് കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 2 പാരന്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ എത്രയാണ് എമൗണ്ട് എഴുതി വെച്ചിരിക്കുന്നത്, ദാറ്റ് എമൗണ്ട് ഈസ് ദ ഷെയർ ക്യാപിറ്റൽ ഹിയർ, ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. സെക്കൻഡ് വൺ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ എന്താ സ്റ്റെപ്പ് നമ്പർ 4 അപ്പോർഷൻമെന്റ് ഓഫ് പ്രോഫിറ്റ്സ് ആണ്, അപ്പോർഷൻമെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അല്ലേ. അങ്ങനെ അപ്പോർഷൻ ചെയ്തപ്പോ ക്യാപിറ്റൽ റിസർവും അതേപോലെ റവന്യൂ റിസർവും റവന്യൂ പ്രോഫിറ്റും ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്, ഈ ക്യാപിറ്റൽ റിസർവ് ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര എമൗണ്ട് ഉണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, ആ എമൗണ്ട് കൂടി ഇവിടെ ആഡ് ചെയ്യണം. സോ ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 4 നിങ്ങൾ പാരന്റ് കമ്പനിക്കും മൈനോറിറ്റീസിനുമായി ക്യാപിറ്റൽ റിസർവ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്യാപിറ്റൽ റിസർവിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ എത്രയാണ്, ദാറ്റ് ഈസ് ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഹിയർ. സോ now you get the total value of investment. Okay, so for the calculation of cost of control, what you have to do is just find out the difference between adjusted cost of investment and the total value of investment. So adana A minus B, cost of control or goodwill അല്ലെങ്കിൽ capital reserve നമുക്ക് കിട്ടും. Okay, so ഇതാണ് step number 6. ഈ step number 6 കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതലെങ്കിൽ, ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദ റിസൾട്ട് ഇസ് ഗുഡ്വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഗുഡ്വിൽ, റിസൾട്ട് ഇസ് ഗുഡ്വിൽ. Then if the adjusted cost of investment is less than the value of investment, the result is capital reserve. So എങ്ങനെയാണോ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത് ആ എമൗണ്ട് അവിടെ എഴുതും. Okay. Next one, step number 7, intercompany transactions. Step number 7, intercompany transactions. Holding company ഉണ്ട്, subsidiary company ഉണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും transactions ഉണ്ടാവാം. For example, goods sold by the holding company to the subsidiary company on credit. അല്ലെങ്കിൽ subsidiary company sold goods to the holding company on credit. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവാം, എന്തെങ്കിലും ലോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൈമാറാം, അങ്ങനെയുള്ളതാവാം. അപ്പൊ എന്താണോ ഇവര് ഇന്റർ കമ്പനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിന്റെ ഭാഗമായി കൺസേൺഡ് എമൗണ്ട് എവിടെ ഉണ്ടാവും, ഈ പറയുന്ന ബാലൻസ് ഷീറ്റിൽ, സബ്സിഡറി കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗുഡ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് ആയിട്ടും മറ്റേ കമ്പനിയുടെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 7. അതിപ്പോ ഡെറ്റേഴ്സിലുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിലുണ്ടാവും, ഓക്കെ, ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ ബിൽസ് പേബിളിലും ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് വൺ ഇവിടെ തേർഡ് പോയിന്റ് പറയുന്നു, അസർട്ടൈൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അപ്പൊ അൺറിയലൈസ്ഡ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇന്റർ കമ്പനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 7. സ്റ്റെപ്പ് നമ്പർ 8, നിങ്ങൾ ഒരു ഷെഡ്യൂൾ വരയ്ക്കുക റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണല്ലോ, ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ലയബിലിറ്റീസ് സൈഡിൽ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ സെക്കൻഡ് ഐറ്റം ഏതാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെ. ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ സെക്കൻഡ് ഐറ്റം ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഷെഡ്യൂൾ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയാണ് സ്റ്റെപ്പ് നമ്പർ 8 നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. സോ ഫസ്റ്റ് ഐറ്റം, റിസർവ്സ് അപ്പിയറിംഗ് ഇൻ ദ പാരന്റ്സ് ബാലൻസ് ഷീറ്റ്. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ പോയി നോക്കുക, അവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഇവിടെ എടുത്തെഴുതണം. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട് അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഇവിടെ എടുത്തെഴുതാം. അത് ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ടത് തന്നെയാണ്.
ലെസ് ഡിവിഡൻഡ് റിസീവ്ഡ് as per step 6A2. എന്താ സ്റ്റെപ്പ് നമ്പർ 6A2 എന്ന് പറയുന്നത്? A2 എന്ന് പറഞ്ഞാൽ നോക്ക്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിലെ സെക്കൻഡ് പോയിന്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി. ഇവിടെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റെപ്പ് നമ്പർ 8ലും നമ്മൾ ലെസ് ചെയ്യണം. കാര്യം അത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ട് ആണ്, അതിവിടെ കുറയ്ക്കണം. മനസ്സിലായല്ലോ? ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നുള്ള എമൗണ്ട് ആണ് ഇവിടെ ലെസ് ചെയ്യുന്നത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലെസ് ചെയ്യില്ല. Then add parent share of post acquisition profits and reserves. സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപിറ്റൽ റിസർവ്സിന്റെ അപ്പോർഷൻമെന്റ്, ദെൻ റവന്യൂ റിസർവ്സിന്റെ, റവന്യൂ പ്രോഫിറ്റ്സിന്റെ. അവിടെ റവന്യൂ പ്രോഫിറ്റ്സിലോ റവന്യൂ റിസർവ്സിലോ ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ആ പോർഷൻസ് ഇവിടെ വരണം. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള റവന്യൂ റിസർവിന്റെയും അതേപോലെ റവന്യൂ പ്രോഫിറ്റിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യണം. Then step number 6. എന്താ സ്റ്റെപ്പ് നമ്പർ 6? ഇപ്പോൾ നമ്മൾ പഠിച്ചു കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. അവിടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ ആ ക്യാപിറ്റൽ റിസർവിന്റെ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യണം. Then unrealized profit, URP. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്, ഞാൻ പിന്നീടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എമൗണ്ട് സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ പറഞ്ഞതാണ്. സ്റ്റെപ്പ് നമ്പർ 7 അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, ആ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ലെസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് എഴുതേണ്ട റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. വീണ്ടും ഒരു ഷെഡ്യൂളൊന്നും വരയ്ക്കേണ്ട. നിങ്ങൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് ഈ സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുത്തുകൊണ്ട് വന്നു. എന്തെങ്കിലും ഡിവിഡൻഡ് സബ്സിഡറി കമ്പനിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലെസ് ചെയ്തു. സ്റ്റെപ്പ് നമ്പർ 4ൽ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ, ഏത് പോർഷൻ ആണ്? റവന്യൂ പ്രോഫിറ്റിലും റവന്യൂ റിസർവിലും. അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സിൽ പാരന്റ് കമ്പനിക്ക് എന്തെങ്കിലും പ്രൊപ്പോർഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം, അതിവിടെ ആഡ് ചെയ്യണം. ദെൻ സ്റ്റെപ്പ് നമ്പർ 6, കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യണം. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മളിവിടെ ലെസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇതിന്റെ റിസൾട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ സെക്കൻഡ് ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ എഴുതുന്ന എമൗണ്ട് ആണ്. ഓക്കെ, സോ ദെൻ ലാസ്റ്റ് വൺ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നേരെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് വരാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ആദ്യം നമ്മൾ ലയബിലിറ്റി സൈഡ് ആണല്ലോ എഴുതാം, സ്റ്റേറ്റ്മെന്റ് ഫോം അല്ലേ. അതിൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റെപ്പ് നമ്പർ 5ൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ്. ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെഡ്യൂൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതുകൂടി അത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ എഴുതാനായിട്ട്. പിന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമാണ് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ഷെയർ ക്യാപിറ്റൽ മാത്രമേ നമ്മൾ ഇവിടെ എഴുതാനായിട്ട് പാടുള്ളൂ. ദെൻ സെക്കൻഡ് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് സ്റ്റെപ്പ് നമ്പർ 8. റിസർവ്സ് ആൻഡ് സർപ്ലസ് സ്റ്റെപ്പ് നമ്പർ 8 ആണ്. ആ സ്റ്റെപ്പ് നമ്പർ 8ൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് നേരെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ദെൻ അതർ ലയബിലിറ്റീസ്, ലോൺസ് എക്സെട്ര. അതായത് എന്തെങ്കിലും ലയബിലിറ്റീസ്, ഈ അതർ ലയബിലിറ്റീസ് ആൻഡ് ലോൺസ് തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കമ്പനിയും, അതായത് ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും രണ്ടുപേരുടെ എമൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക, അത് ഇവിടെ എഴുതുക. ചില ഐറ്റംസ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ സ്റ്റെപ്പ് നമ്പർ 7ൽ വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ, സ്റ്റെപ്പ് നമ്പർ 7ൽ വരുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് നമ്പർ 7ൽ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും ലൈൻ ബൈ ലൈൻ അഡീഷൻ. കറന്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഹോൾഡിംഗ് പ്ലസ് സബ്സിഡറി ഇവിടെ എടുത്തെഴുതാം. മറ്റേന്തെങ്കിലും ബിൽസ് പേബിൾ ഉണ്ടെങ്കിൽ ഹോൾഡിംഗ് പ്ലസ് സബ്സിഡറി ഇവിടെ എഴുതാം. പക്ഷെ ബിൽസ് പേബിളിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ട്, അത് സ്റ്റെപ്പ് നമ്പർ 7ൽ വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതാനായിട്ട് പാടുള്ളൂ. പേടിക്കൊന്നും വേണ്ട, ഇത് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദെൻ അസെറ്റ്സ്. അസെറ്റ്സ് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും
ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ആഡ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്റർ കമ്പനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 7 വരുന്ന ആ എമൗണ്ടേ നമ്മൾ ഇവിടെ എടുത്തെഴുതാൻ പാടുള്ളൂ. കൂടാതെ പാരന്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി നമ്മൾ ഇവിടെ എടുക്കുകയുമില്ല. ആ ഇൻവെസ്റ്റ്മെന്റ് പകരമാണ് ആ എല്ലാ അസറ്റ്സും, സബ്സിഡറി കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. സോ അതുകൊണ്ട് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ എടുക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. എല്ലാ സ്റ്റെപ്സ് 9 സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓരോ സ്റ്റെപ്സും നമ്മൾ ക്ലിയർ ആയിട്ട് 1-2 പ്രാവശ്യം ഈ വീഡിയോ കേട്ട് പഠിക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. 1-2 പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവുകയുള്ളൂ. വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.